ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. ജനുവരി ഗൃഹാതുരത്വത്തിൻ്റെ തണുപ്പിഴയുന്ന സുന്ദരമായ മാസമാണ്. ചെറിയ തണുപ്പിനോടൊപ്പം ഓർമ്മകളും നമ്മുടെ ഉള്ളിലേക്ക് ഇളം മഞ്ഞ് പോലെ പെയ്തിറങ്ങി തുടങ്ങുന്നു. ഒരു തവണ ജനുവരി 1 ആഘോഷങ്ങൾക്ക് ചൈനക്കാരോടൊപ്പം പങ്കുചേരാൻ ഇടവന്നത് ഞാൻ വെറുതെ ഓർക്കുന്നു. പുതുവർഷം പൊട്ടിവിരിയുന്ന ആ സമയത്ത് പെട്ടെന്ന് ചൈനക്കാർ സുഹൃത്തുക്കളൊക്കെ ഒരു പ്രത്യേക തരം വിസിലുകൾ വിളിച്ച് പടക്കം പൊട്ടിച്ച് തെരുവിലേക്ക് ഓടിയിറങ്ങുകയായി. എല്ലാവരും വിസിൽ വിളിക്കുന്നു, തകരച്ചെണ്ടകൾ കൊട്ടുന്നു, പിന്നെ സമയാസമയങ്ങളിൽ പടക്കം പൊട്ടിച്ചെറിയുന്നു. എല്ലായിടത്തും പടക്കം പൊട്ടലിൻ്റെ സ്വരം, തകരച്ചെണ്ടകളുടെ സ്വരം, പ്രത്യേകതരം കാതടപ്പിക്കുന്ന വിസിൽ സ്വരം, മൊത്തം ബഹളം തന്നെ. ഇത് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ചാർത്ത് അട്ടഹസിച്ച് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു സുഹൃത്താണ് പറഞ്ഞു തന്നത്, അതിൻ്റെ പിന്നിൽ ഒരു പ്രതീകാത്മകത കൂടിയുണ്ട്. ജീവിതത്തിൽ പുതിയ വർഷത്തിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ദുർഭൂതങ്ങളെയും നേരത്തെ തന്നെ ഓടിച്ച് കളയാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിക്കുന്നത്, ചകര ചെണ്ടയിൽ കൊട്ടുന്നത്, പിന്നെ കാതലടുപ്പിക്കുന്ന വിധത്തിലുള്ള വിസിലടിക്കുന്നത്. പുതുവർഷത്തിൽ നിരാശയുടെ ദുർഭൂതങ്ങൾ വരാനേ പാടില്ല. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ദുർഭൂതങ്ങൾ ഉണ്ടാക്കാനേ പാടില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവരെ ഒരു വിളിപ്പാടകലെ നിർത്താതെ ഓടിച്ചു കളയുക, പറ്റാവുന്നത്രയും ദൂരത്തേക്ക് ഓടിച്ചു കളയുക. അതാണ് പ്രതീകാത്മകത. പുതിയ വർഷം തുടങ്ങുമ്പോൾ ആദ്യം ഓടിച്ചു കളയേണ്ട ഭൂതം നിരാശയുടെ ഭൂതം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യ ദിനങ്ങളിലെ പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിക്കണം. ഹൃദയത്തെ തൊടുന്ന ഭാഷയും സൗന്ദര്യവുമുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വിനായക് നിർമ്മലിൻ്റെ ചെറിയൊരു പുസ്തകം, പ്രചോദനാത്മകതയുടെ ചെറുപുസ്തകം, ചാറ്റൽ മഴയും പൊൻവെയിലും, സോഫിയ ബുക്സ് പുറത്തിറക്കുന്ന ഈ പുസ്തകം ഒരു കുഞ്ഞിനെ പോലെ വെറുതെ ഒന്ന് വായിച്ചെടുത്തുകൊണ്ട് പുതുവർഷം തുടങ്ങുന്നത് വളരെ നന്നായിരിക്കാം. കൊച്ചു പുസ്തകത്തിൽ നിറയെ ലാളിത്യമാർന്ന ചെറു ചിന്തകൾ, അത് ജീവിതത്തെ തൊടുന്നു, പ്രത്യാശയുടെ ആകാശത്തെ കാട്ടിത്തരുന്നു, പിന്നെ പറക്കാൻ എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് വേണം, എന്നാലേ പറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറക്കാനുള്ള മനസ്സോടുകൂടി ഈ പുസ്തകത്തിലൂടെ കടന്നു പോകാം. ബെന്യാമിൻ്റെ ആടുജീവിതം ധാരാളം ചർച്ചാ വിഷയമാക്കപ്പെട്ട കൃതിയാണ്. ഇതിൽ വളരെ രസകരമായ ഒരു വാചകമുണ്ട്. ഈ ഗ്രന്ഥകാരൻ അതെടുത്തെഴുതുന്നുണ്ട്. നജീബ് എന്ന് പറയുന്ന പാവപ്പെട്ടവൻ കാട്ടറബിയുടെ കീഴിൽ കിരാതമായ ജീവിതചര്യകളിലൂടെ കടന്നു പോകുന്നു. ആടുകളെ മേയിച്ച് പിന്നെ അയാളൊരു ആടുപോലെയായി മാറുന്നു. അങ്ങനെയാണ് അയാളുടെ ജീവിതം ആടുജീവിതമായി മാറുന്നത്. ഈ മരുഭൂമിയിലെ ജീവിതത്തിനിടയിൽ ഒരു മരവും അയാൾക്ക് തണലായി എത്തുന്നില്ല. അങ്ങനെ ജീവിതം കൈവിട്ടു പോകുമെന്നുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഒരു ചെറു ചെടി, പുൽനാമ്പ് അയാളോട് സംസാരിക്കുന്നു. ആ വരികൾ വളരെ രസകരമാണ്. നജീബേ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഞങ്ങളെപ്പോലെ നീയും നിൻ്റെ ജീവനെ അടക്കി പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക. തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നു പോകും. നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത്. അത് നിൻ്റെ ജീവനെ ചോദിക്കും, വിട്ടുകൊടുക്കരുത്. നിൻ്റെ ജീവനെ ചോദിക്കുന്ന പലതും ഉണ്ടാകാം, വിട്ടുകൊടുക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു കാര്യം അതാണ്. വിട്ടുകൊടുക്കരുത് ഈ ജീവിതത്തെ. പലതും വന്ന് വിലവേശും. സന്തോഷം മുഴുവൻ കെടുത്തിക്കളയുന്ന പലതും ഉണ്ടാകാം. വിട്ടുകൊടുക്കരുത് ജീവിതത്തെ. ജീവിതത്തെ നിങ്ങൾ തന്നെ കൈപ്പിടിയിൽ ഒതുക്കി വെക്കുക. അതിനെ ദീപ്തിയോടുകൂടി പരിപാലിക്കുക. വിട്ടുകൊടുക്കരുത്. ഇങ്ങനെ വിട്ടുകൊടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ചെറു കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ സ്വർഗം രചിക്കുന്നതും നരകം ചമക്കുന്നതും നിങ്ങളുടെ മനസ്സ് തന്നെ.
ഇതും ഒരു ചിന്തയായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരണം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ലോകം കീഴടക്കി മഹാനായി ഭരിച്ച നെപ്പോളിയൻ അന്ത്യകാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞത്രേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുള്ള 7 ദിവസങ്ങൾ പോലും കണ്ടെത്താൻ എനിക്ക് പറ്റുകയില്ല. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ സന്തോഷമുള്ള 7 ദിനങ്ങൾ പോലും കണ്ടെത്താൻ പറ്റില്ല. യുലീസസ് എഴുതിയ ജെയിംസ് ജോയ്സ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ശരിക്കും ജീവിതം ഒരു ഉള്ളി പോലെയാണ്. ഓരോ അടരുകളും പൊളിച്ചു നീക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു. വെറും പൊള്ളയായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞു പോകുന്നു. ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും ജീവിതദർശനങ്ങളാണ്. ജീവിതത്തിൻ്റെ ഓരോ അടരുകളും നോക്കുമ്പോൾ ഉള്ളി പോലെ പൊളിച്ചു നീക്കുമ്പോൾ കണ്ണ് നിറയുന്ന അവസ്ഥകളുള്ള മനുഷ്യർ. ഇനി ഇങ്ങനെയല്ലാതെ അങ്ങേയറ്റം പ്രത്യാശയോടുകൂടി ജീവിതത്തെ നോക്കിക്കണ്ടവരുണ്ട്. അന്ധയും മൂകയും ഒക്കെ ആയിട്ടുള്ള ഹെലൻ കെല്ലർ ജീവിതത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞത്, സന്തോഷിക്കാനല്ലാതെ വേറെ എന്തിനാണ് ഈ ജീവിതത്തിൽ അവസരങ്ങളുള്ളത്? ഞാൻ എവിടെ തിരിഞ്ഞു നോക്കിയാലും ദൈവം തന്ന സന്തോഷങ്ങളെ ഞാൻ കണ്ടെത്തിയിട്ടുള്ളൂ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ്, ഹൗ യു ലുക്ക് അറ്റ് ലൈഫ്. ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് ഹെവൻ or you can create hell. It all depends upon how you look at your life. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുക? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് ഈ ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് ചോദിക്കണം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഈ ലോകത്തിന് നരകവും സ്വർഗമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ സ്വയം തന്നെയാണ്, സ്വന്തം മനോഭാവം കൊണ്ടാണ്. എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ കൂരയ്ക്ക് കീഴിൽ നരകത്തിൻ്റെ പൊള്ളലാണോ, സ്വർഗത്തിൻ്റെ സുഗതമായ തണുപ്പാണോ? എന്താണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചോദ്യത്തിൻ്റെ ഉത്തരം സ്വയം ഒന്ന് കണ്ടെത്തുക. പിന്നെ ജീവിതത്തിൽ ഇച്ഛാശക്തി കൊണ്ടാണ് മനുഷ്യർ ഓരോ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വലിയ തത്വമാണ്. നിങ്ങൾക്ക് പുറമേയുള്ളൊരു ലോകമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെന്ന് നിശ്ചയിക്കുക. When the inside world is okay, outside world becomes okay. ഇപ്പോൾ ചോദ്യം ഇൻസൈഡ് വേൾഡ് ഓക്കെ ആണോ എന്നുള്ളത് തന്നെയാണ്. ഇൻസൈഡ് വേൾഡ് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആയ മനുഷ്യർക്ക് എല്ലാം ഓക്കെയാണ്. ഒരാൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ചെല്ലുന്നതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ തന്നെ പ്രചരിപ്പിക്കുന്ന കഥയുണ്ട്. ഈ പുസ്തകത്തിൽ ആ കഥ എഴുതിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ ചെന്ന അയാളോട് പല ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ നിങ്ങളുടെ ID എന്താണ്, ഇമെയിൽ ID എന്താണെന്ന് ചോദിക്കുന്നു. ഇയാൾ പറഞ്ഞു, എനിക്ക് ഇമെയിൽ ID ഇല്ല. ചോദ്യകർത്താവ് ഉടൻ തന്നെ പറഞ്ഞു, ഇമെയിൽ ID ഇല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ ചത്തയാളാണ്. ഇമെയിൽ ID ഇല്ലാത്ത മനുഷ്യർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണോ? നിങ്ങൾ ഒരു ചത്ത മനുഷ്യനാണ്. ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടില്ല, നിങ്ങൾക്ക് വളരാനും സാധിക്കില്ല ഒരു തരത്തിലും. ആൾ തിരികെ പോന്നു. പക്ഷെ അയാളുടെ അകത്ത് ഒരു ഓക്കെ ഭാവമുണ്ട്. അയാൾ തെരുവിൽ നിന്നും ഒരു പെട്ടി തക്കാളി വാങ്ങി അത് വീടാന്തരം കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു ജോലി. ഉച്ചയായപ്പോഴേക്ക് അയാൾക്ക് $36 കിട്ടി. പിന്നെ $65. പിന്നെ ഈ വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ അയാൾ വലിയ പണക്കാരനായി മാറി. ഒരു ഇൻഷുറൻസ് പ്രതിനിധി അയാളെ സമീപിക്കുന്നു. അയാൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ടിയുള്ളൊരു സ്കീം. ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ ഇമെയിൽ ID എന്താണ്? അയാൾ പറഞ്ഞു, എനിക്ക് ഇമെയിൽ ID ഇല്ല. ഇദ്ദേഹം പറഞ്ഞു, ഇമെയിൽ ID പോലും ഇല്ലാത്ത താങ്കൾ ഇതുവരെ എത്തി, ഇത്രയും വലുതായി. അപ്പോൾ ഇമെയിൽ ID കൂടി താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ താങ്കൾ ആരാകുമായിരുന്നു? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാകാൻ? മൈക്രോസോഫ്റ്റ് കമ്പനിയിലെ ഒരു പ്യൂണാകുമായിരുന്നു. നിങ്ങളുടെ ഇമെയിൽ IDകളോ നിങ്ങളുടെ ബാഹ്യമായ സംവിധാനങ്ങളൊന്നും അല്ല നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ ഇച്ഛാശക്തിയും. ഈ മനോഭാവവും ഇച്ഛാശക്തിയും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരുപാട് ദൂരങ്ങൾ താണ്ടാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കും. ഇനി ജീവിതത്തിൽ വിരസത അനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അതായത് പുതുവർഷം വന്നു, പക്ഷെ പുതുവർഷത്തിൻ്റെ പുലരിയുടെ വെട്ടം വന്ന് നമ്മുടെ ഹൃദയത്തിൽ ചേരുന്നില്ല. ഏതോ ഒരു ജാലകം തള്ളി തുറന്ന് പുതിയൊരു കാറ്റ് വരുന്നില്ല. എല്ലാം പഴയത്, മടുപ്പ്, വല്ലാത്ത ആവർത്തന വിരസത. ഇങ്ങനെ ആവർത്തന വിരസത വന്ന യുവാവ് ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, എന്താ ചെയ്യുക?
ആവർത്തന വിരസതയോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പുതുതായിട്ടൊന്നുമില്ലല്ലോ. ഗുരുവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. നീ എന്നും ഒരേ ജോലിയാണ് ചെയ്യുന്നതെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അങ്ങനെ ആരാണ് നിനക്ക് അറിവ് നൽകിയത്? നീ സഞ്ചരിക്കുന്ന പുഴ ഓരോ നിമിഷവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ നിമിഷവും പുതിയതാണ്. നിന്നെ കടന്നു പോകുന്ന കാറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഓരോ തവണയും വീശുന്ന കാറ്റ് എത്ര വ്യത്യസ്തമായ സുഗന്ധമാണ് നിനക്ക് തരുന്നത്. പുഴയിലൂടെ ഒഴുകി വരുന്ന പൂക്കൾ എത്ര വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തതയാണ്. എവറി ഡേ ഈസ് എ മാറ്റർ ഓഫ് മിറക്കിൾ. ഈച്ച് മിനിറ്റ് ഈസ് എ മാറ്റർ ഓഫ് മിറക്കിൾ. ഈ മിറക്കിൾ, അത്ഭുതത്തിൻ്റെ സാധ്യത കണ്ടെത്തുന്ന വ്യക്തി അത്ഭുതം പോലെ തന്നെയായിട്ട് മാറുന്നുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി, ജീവിതം കുറച്ചുകൂടി സുന്ദരമായി തീരും. ഇനി എല്ലാ ദിവസത്തിലും പുതിയ പുതിയ വസന്തങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിക്ക് ഈ വസന്തത്തിലെ വണ്ടുകളെക്കുറിച്ചുള്ള വല്ലാത്ത ചിന്തകളും മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ചുള്ള വല്ലാത്ത വീർപ്പൂട്ടലുകളും ഉണ്ടാവില്ല. അവർ ജീവിതത്തിൽ വസന്തം വിരിയിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ചില ആളുകൾ ആ വസന്തത്തിൽ കെടുത്തിക്കളയുന്ന വണ്ടുകളെ മാത്രമേ കണ്ടെത്തൂ എന്ന് വരാം. പണ്ടത്തെ ഒരു വിശുദ്ധനുണ്ടായിരുന്നു, മോസസ് എന്ന് പേര്. അദ്ദേഹം ഒരിക്കൽ ഒരംഗത്തിൻ്റെ കുറ്റവിചാരണയിൽ പങ്കെടുക്കുവാൻ ക്ഷണം കിട്ടിയവനായി. അദ്ദേഹം ഒഴിഞ്ഞു മാറി. പക്ഷേ അവസാനം കുറ്റവിചാരണയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നേ തീരുന്ന അവസ്ഥ വന്നു. ഇദ്ദേഹം എന്താ ചെയ്തത്? മോസസ് ഈ സുഷിരങ്ങൾ വീണ ഒരു ജാറ് തോളിൽ വെച്ചുകൊണ്ട്, അതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം നിറച്ച സുഷിരം വീണ ജാറും തോളിൽ വെച്ചുകൊണ്ട് നടന്നു വന്നു. സ്വാഭാവികമായിട്ടും വരുന്ന വഴിക്കൊക്കെ ഈ ജാറിൽ നിന്നും വെള്ളം തുളുമ്പി സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം വന്ന പാടെ പറഞ്ഞു, ഞാൻ എൻ്റെ പാപങ്ങളും ചുമന്നാ വന്നത്. പക്ഷെ വരുന്ന വഴിക്ക് മുഴുവൻ അതൊക്കെ ഒഴുകിപ്പോയി, ഇല്ലാതായി. ഞാനിവിടെ എത്തിയിരിക്കുന്നതാവട്ടെ മറ്റൊരുവൻ്റെ തെറ്റ് കണ്ടുപിടിച്ച് ശിക്ഷ വിധിക്കാനാണ്. ആശയം എല്ലാവർക്കും വ്യക്തമായി. പ്രിയപ്പെട്ടവരെ, ഒരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് പലവട്ടം ഒന്ന് ചിന്തിക്കുക. കുറ്റം വിധിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ചില മനുഷ്യരുണ്ട്. എവിടെ ചെന്നാലും അവർ ഇരുട്ട് മാത്രമേ കാണുകയുള്ളൂ. എവിടെ ചെന്നാലും അവർ കുറ്റം മാത്രമേ കാണുകയുള്ളൂ. പാല് ചുരുത്തുന്ന അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പണ്ടത്തെ കവി എഴുതിയതാണ്. ചില മനുഷ്യരെങ്ങനെയാണ്, മറ്റുള്ളവരെ കുത്തുക, കൊല്ലുക എന്നുള്ളത് അവരുടെ സെക്കൻഡ് നേച്ചർ പോലെയാണ്. അകത്ത് ഒരുപാട് വിഷമുള്ളത് കൊണ്ടാകാം കുത്തിക്കൊല്ലുക, കുത്തിക്കൊല്ലുന്നതിൽ വല്ലാത്ത സന്തോഷം അനുഭവിക്കുക. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സെക്കൻഡ് നേച്ചർ പോലെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും മറ്റും നടത്തുന്ന ശീലത്തോട് വിട പറയുക. ജീവിതം കുറച്ചുകൂടി സുന്ദരമായിരിക്കും. ദ മോർ പെർഫെക്റ്റ് യു ആർ, ദ മോർ ടോളറൻറ്റ് യു ആർ ടുവേർഡ്സ് ദ ഇംപെർഫെക്ഷൻസ് ഓഫ് അതേഴ്സ്. പണ്ടത്തെ വിശുദ്ധർ പറഞ്ഞതാണ്, നിങ്ങളുടെ പൂർണ്ണത കൂടുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ അപൂർണതയെക്കുറിച്ചുള്ള സഹിഷ്ണുത നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പൂർണ്ണരാണെങ്കിൽ മറ്റുള്ളവരുടെ അപൂർണതയെ സഹിക്കാനും കൂടി നിങ്ങൾ കരുത്ത് നേടും. ആ കരുത്തുണ്ടോ എന്ന് ചോദിക്കുക. ഇനി എപ്പോഴും ഉയർന്നുയർന്നേ പോവുമെന്ന് ശഠിക്കുന്നതിൽ വലിയ കാര്യമുണ്ടാകും. 10ാം നിലയിലെത്തിയ ഒരാൾ ഇനി എന്തു ചെയ്യും? 10 നിലയുള്ളൊരു കെട്ടിടമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ 10ാം നിലയിലാണ്. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോവുക? 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ അവിടെ തന്നെ താമസിക്കാം. അത് സാധിക്കണ കാര്യമല്ല. താഴേക്ക് വരണം നിങ്ങൾ. കാരണം നിങ്ങളവിടെ സ്ഥിരം താമസക്കാരനല്ല. ഇനി മുകളിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? 2ാമത്തെ കാര്യം, താഴേക്ക് വരിക. ഏതൊരു മനുഷ്യനെ എത്ര ഉയർന്നു പോയാലും ഒരു ദിവസം താഴേക്ക് വരണം. നിങ്ങളിപ്പോൾ ഒരുപാട് ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ബോധത്തോടു കൂടി ചിന്തിക്കുക, ഈ ഉയർന്ന തട്ടിൽ നിന്നും താഴേക്ക് വരിക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിനും ഉയരത്തിലേക്ക് പോകുന്നു എന്ന് ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഏതവസ്ഥയിൽ നിന്നും താഴേക്ക് വരണം. ഇനി മുകളിലേക്ക് പിന്നെയും പോയേക്കാം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്സ് ആൻഡ് ഡൗൺസ് രണ്ടും വരും. രണ്ടിനെയും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക. കണ്ണീരിനെയും പുഞ്ചിരിയെയും ഒരുപോലെ സ്വീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണല്ലോ മഹാനെന്ന് വിളിക്കേണ്ടത്. അങ്ങനെ മഹത്വത്തിൻ്റെ വഴിയിലേക്ക് ചെന്നു ചേരാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ
സത്യത്തിൽ സന്തോഷം നിങ്ങൾക്കുണ്ടാകും. ഇതിൽ നുറുങ്ങുകഥ, ഗുരു, ജ്ഞാനിയായ ഗുരു ശിഷ്യന് പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അയാളുടെ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ശിഷ്യനാണ്. ഈ ചില്ല് കണ്ണാടിയിലൂടെ, ചില്ല് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കാൻ പറയുന്നു. ചില്ല് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആളുകളിങ്ങനെ നടക്കുന്നത് കാണാം. എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഒരമ്മയെ കാണാം, ഒരു കുഞ്ഞിനെ കാണാം, ധാരാളം ആളുകൾ വഴിയിലൂടെ നടന്നു പോകുന്നത് കാണാം. ഇനി മെല്ലെ അവിടെ നിന്നും ഇയാളെ കണ്ണാടിക്ക് മുമ്പിൽ നിർത്തി. എന്ത് കാണാം? എന്നെ കാണാം. വേറെ എന്ത് കാണാം? എന്നെ മാത്രം. മറ്റൊന്നും കാണുന്നില്ലേ? ഇല്ല, എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ പ്രശ്നം. അദ്ദേഹം പറഞ്ഞു, ഈ കണ്ണാടിയും ആ കണ്ണാടി ജനാലയും രണ്ടും തന്നെ ചില്ലാണ്. പക്ഷേ ഒന്നിൽ കാണുമ്പോൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊന്നിലൂടെ കാണുമ്പോൾ ലോകത്തെ മുഴുവൻ കാണുന്നു. അപ്പോൾ തന്നെ മാത്രം കാണുന്നതിന് പകരം ലോകത്തെ മുഴുവൻ കാണാൻ സിദ്ധി നേടുന്ന വ്യക്തി, അയാൾ ഈ ലോകത്തെ കുറച്ചുകൂടി സുന്ദരമാക്കി മാറ്റും. എൻ്റേത്, എൻ്റെ നേട്ടം, എൻ്റെ വളർച്ച, എൻ്റെ വിജയം, എൻ്റെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ലോകത്തിനപ്പുറത്തേക്കുള്ള ലോകത്തിലേക്ക് കാഴ്ച കാണാൻ വേണ്ടി നിങ്ങളുടെ കണ്ണിനിപ്പുറത്തുള്ളൊരു കണ്ണൊന്ന് തുറക്കുക. ആ കണ്ണിനിപ്പുറമുള്ള കണ്ണ് നിങ്ങൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നിങ്ങളുടെ സ്വന്തമാണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളെല്ലാവരുടെയും സ്വന്തമാണ്. നിങ്ങളെല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടണം, വിഭജിക്കപ്പെടണം എന്നുള്ള ചിന്തയും വരും. ആ ചിന്ത നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പകർന്നു തരും. അങ്ങനെയാണ് ചില മനുഷ്യർ ജീവിതകാലം മുഴുവൻ വെട്ടത്തിൻ്റെ പ്രവാചകരെ പോലെ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കും ഉള്ളത്. സമയം ഇല്ലാത്തവരെ സമയം ജീവിതത്തിൽ കണ്ടെത്തുക. ഒരധ്യായം അങ്ങനെയാണ് തുടങ്ങുക. നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണല്ലോ. ആർക്ക് വേണ്ടിയും സമയം കണ്ടെത്താൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഇത് പറയുന്ന നമ്മൾ തന്നെ എന്തുമാത്രം സമയമാണ് പാഴാക്കി കളയുന്നത്. ഇപ്പോൾ ടി വി കാണുന്ന ഒരാൾ, ടി വി കാണുന്ന പാഴ്വേലയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ടി വി കാണൽ മാത്രം ജീവിതചര്യയാക്കി മാറ്റിയവർ കെടുത്തിക്കളയുന്ന ഒരുപാട് മണിക്കൂറുകളാണ്. ശരാശരി കണക്കനുസരിച്ച് 2 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ ടി വി കാണുന്നുണ്ടെങ്കിൽ ഒരു മാസം, വർഷത്തിലൊരു മാസം മുഴുവൻ നിങ്ങൾ ടി വി കാണാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ടി വി മാത്രം കണ്ടിരിക്കുന്ന ആളുകൾ എത്രമാത്രം സമയമാണ് വെറുതെ ഒരു പക്ഷെ പാഴാക്കി കളയുക. അപ്പോൾ എന്തിനും ഏതിനും ക്രമം വരുത്തുന്ന വിധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊരു അക്രമമല്ലാതായി മാറും. കുടുംബത്തിലും സമൂഹത്തിലും അങ്ങനെ ഒരു ക്രമം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം കവിത പോലെ ഒഴുകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പിന്നെ ഗ്രന്ഥകാരൻ ഒരു കൊച്ചു കാര്യം കൂടി പറയുന്നുണ്ട്. വായിക്കാനൊക്കെ സമയം കണ്ടെത്താൻ പറ്റണം. വായനയില്ലാത്ത, വിചിന്തനമില്ലാത്ത, ധ്യാനമില്ലാത്ത ജീവിതത്തേക്ക് ജീവിതം എന്ന് വിളിക്കാൻ പറ്റുമോ? സോക്രട്ടീസിൻ്റെ അടുക്കൽ ഒരാൾ ഉപദേശം തേടി ചെല്ലുമ്പോൾ മകനെക്കുറിച്ച് പല കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, അവന് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം. അദ്ദേഹം പറയുന്നു, പുസ്തകം എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? ആ പണമുണ്ടെങ്കിൽ ഒരു കഴുതയെ വാങ്ങിക്കാമല്ലോ എനിക്ക്. ഉടനെ സോക്രട്ടീസ് പറയുന്നു, എങ്കിൽ നിങ്ങൾക്ക് 2 കഴുതകൾ വീട്ടിലുണ്ടാവും. നിങ്ങൾ വാങ്ങിച്ച കഴുതയും നിങ്ങളുടെ മകനെന്ന കഴുതയും. നമ്മളുടെ വീടുകളിലൊക്കെ പുസ്തകമൊന്നും ആരും വാങ്ങിച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ട് വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴും കഴുതകളൊക്കെയാണ്, ഒരു ബോധമില്ലാത്ത ആളുകൾ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യം പേറുന്ന കുറേ മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാൻ ഈ വർഷത്തിൽ ഒന്ന് ശ്രമിക്കാവുന്നേ ഉള്ളൂ. ജന്മം കൊടുത്തതുകൊണ്ട് മക്കളുണ്ടാകണമെന്നില്ല. അവർ വീണ്ടും വീണ്ടും ജനിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ജ്ഞാനത്തിലും കൃപയിലും ചൈതന്യത്തിലുമൊക്കെ. അതിന് സാധിക്കുമ്പോൾ ജീവിതം കുറച്ചും കൂടി സുന്ദരമായി മാറും. പ്രിയപ്പെട്ടവരെ, ചാറ്റൽ മഴ പൊൻവെയിലിൽ കാണുമ്പോൾ അതിസുന്ദരമാണ്. പൊൻവെയിലിൽ തിളങ്ങുന്ന ചാറ്റൽ മഴ പോലെ തിളങ്ങുന്ന കുറേ ജന്മങ്ങളുണ്ട്, വിശിഷ്ട ജന്മങ്ങൾ. അങ്ങനെയുള്ള ജന്മങ്ങളെ കണ്ടിട്ടാണ് ഈ ലോകം സുന്ദരമാണല്ലോ, ഇവിടെ തങ്ങുന്നത് സുന്ദരമായ കാര്യമാണല്ലോ എന്ന് ചിലരെങ്കിലും മനസ്സിൽ കുറിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളെ കണ്ടിട്ട് ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാകണം. നിങ്ങളുടെ മൊഴിയൊന്ന് കേട്ട് കഴിയുമ്പോൾ ഈ ജീവിതം സുന്ദരമാണെന്നുള്ള ധാരണ ഒരാളെ പുണരുന്നു എന്നൊരു തോന്നലുണ്ടാകണം. നിങ്ങൾ ഒരാൾക്കെങ്കിലും പ്രചോദനമായി മാറണം. I begin to believe in miracles because you are a miracle in my life. ഹെൻറിച്ച് ബോയിലിൻ്റെ കഥാപാത്രം ഭാര്യയോട് പറയുന്നതാണ്, നിന്നെ കണ്ടറിഞ്ഞ നാൾ മുതൽ ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു.
കാരണം നീ എൻ്റെ ജീവിതത്തിലെ അത്ഭുതമാണ്. ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ അത്ഭുതമായി തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നല്ല യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.